അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് സിറ്റ് ഔട്ട് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. പ്ലാന്റ്സും ഒക്കെ ഒന്ന് വാഷ് ചെയ്തൊന്ന് ഫ്രഷ് ആക്കി വെക്കണം. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചാൽ തന്നെയാണ് ആ ഒരു ദിവസം ഒരു പ്രൊഡക്റ്റീവ് ആകുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ജോലിയും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ചായക്ക് നാസ്തൊന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഒക്കെ കൂട്ടി ചായ കുടിച്ച് അങ്ങനത്തെ ആ സിറ്റ് ഔട്ട് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ രാത്രി പുറത്തുനിന്നുള്ള കാറ്റ് എന്തോ വന്ന് കിടന്ന് ആകെ ചവിട്ടിയിലും ഇവിടെയൊക്കെ യൂറിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ലിക്വിഡും ഡെറ്റോളും ഒക്കെ ഒഴിച്ച് ചവിട്ടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് കാലം കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ വലിയ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ വലിയ തേച്ചൊരച്ച് കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നീറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചാൽ ഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ട് ഡെറ്റോളും വാഷിംഗ് ലിക്വിഡും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത് എടുക്കട്ടെ. പിന്നെ ഈ സമയത്ത് തന്നെയാണ് ഞാൻ പ്ലാന്റ്സൊക്കെ കഴുകി പ്ലാന്റ്സും പോട്ടും ഒക്കെ കഴുകി ആ ലീഫൊക്കെ എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം. ഡസ്റ്റൊക്കെ ഇതുപോലെ വാഷ് ചെയ്തെടുക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ പ്ലാന്റ്സും ഒക്കെ എല്ലാം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി വെക്കും. എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് അല്ലേ. പിന്നെ ഇത് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നീറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതേ വാഷിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി കുറച്ച് പോർച്ചിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് ഫ്രഷാക്കി കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒക്കെ ഒന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് വാഷ് ചെയ്തിടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എനിക്ക്. പിന്നെ കൂടുതൽ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ പ്ലാന്റ്സ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും നീറ്റാക്കി വെക്കാനും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു ജോലിയാണ്. ഒട്ടും തന്നെ ഒരു ടെൻഷനില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയാണ്. ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും നീറ്റാക്കി വെക്കാനും എല്ലാം അങ്ങനെ കാണുമ്പോൾ തന്നെയാണ് ഒരു സന്തോഷമുള്ളത്. അപ്പോൾ അങ്ങനത്തെ ജോലികൾ ചെയ്യാനും ഏറ്റവും കൂടുതൽ ഇഷ്ടവും അത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പ്ലാന്റ്സൊക്കെ മോശമായി നിൽക്കുന്ന ലീഫൊക്കെ മാറ്റി അതിനെല്ലാം ഒന്ന് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആഴ്ചയിലൊരിക്കൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കുന്ന പോലെ ഉണ്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും സിറ്റ് ഔട്ടും പോർച്ചും ഒക്കെ വാഷ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് പ്ലാന്റ്സും പോട്ടും ഒക്കെ നീറ്റാക്കി വെക്കുക. അപ്പോൾ ആ ദിവസങ്ങളിൽ രാവിലെ തന്നെ പ്ലാന്റ്സിനെല്ലാം നനച്ച് കൊടുക്കും. എല്ലാ പ്ലാന്റ്സും നനച്ച് നല്ല നീറ്റാക്കി ഇടുക. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അധികം ഡസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. കാരണം ആഴ്ചയിലൊരിക്കലും നമ്മൾ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ലീഫിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡസ്റ്റൊക്കെ പോവുകയും ചെയ്യും. ആ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരാഴ്ചയോളം തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. എല്ലാ ആഴ്ചയും അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പ്ലാന്റ്സും പോട്ടും ഒക്കെ നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അവരിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. അതിങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട് തന്നെ നല്ല ആസ്വദിച്ച് ചെയ്യുന്നൊരു ജോലിയും കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സീറ്റ് ഔട്ടിലെ പ്ലാന്റ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ വെക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ കഴിഞ്ഞിട്ട് നോക്കി കാണാനാണല്ലോ ഒരു രസം. പിന്നെ കൂടുതൽ സമയം വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും വന്നിരിക്കുക ഇവിടെ കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് നോക്കിയിരുന്ന് അവരൊക്കെ ഒന്ന് എല്ലായിടത്തും നടന്ന് നോക്കി കാണാനും ഭയങ്കര ആസ്വദിച്ച് ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ജോലികളൊക്കെ കഴിഞ്ഞ് നല്ല നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഇനിയിപ്പോൾ കിച്ചണിൽ ലഞ്ചൊക്കെ ഉണ്ടാക്കട്ടെ.
അപ്പോൾ അതാ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിന് ഞാനിപ്പോൾ കറി വെക്കാൻ വേണ്ടി എടുത്തത്. ഈ ബോട്ടി വാങ്ങിച്ചപ്പോൾ കുറേ പ്ലാനിങ് ആയിരുന്നു. ബോട്ടിയും കപ്പയും വെക്കണം, കപ്പ പുഴുങ്ങിയതും ബോട്ടിക്കറി, അല്ലെങ്കിൽ പൊറോട്ടയും ബോട്ടിക്കറി, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇത് വാങ്ങിക്കുമ്പോൾ ഉണ്ടായത്. പക്ഷേ ഇന്നിതാ അപ്പോൾ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും അതൊക്കെ മാറ്റി നല്ല ചൂടുള്ള കുത്തരിയുടെ ചോറും അതുപോലെ തന്നെ നല്ല എന്താണ് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബോട്ടിക്കറി റെഡിയാക്കി അത് മാത്രം കൂട്ടി ചോറ് തിന്നണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആ ഒരു എന്താണ് അതൊന്നും മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പോൾ ഈ ബോട്ടി നന്നായിട്ട് കുറച്ച് അധികം തന്നെ പെപ്പറാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ക്രഷ് ചെയ്ത് പെപ്പർ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. ഇപ്പം എൻ്റെ ഈ പ്രസ്റ്റീജിൻ്റെ കുക്കറാണ് ഇപ്പോൾ ഇതിലിപ്പോൾ മൊത്തം 10 വിസിൽ വരുന്നത് വരേക്കുമാണ് ഇതിൻ്റെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ ഒരു 5 വിസിൽ ഇതുപോലെ മസാല ഒക്കെ ചെയ്തിട്ട് 5 വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള മസാല ഒക്കെ റെഡിയാക്കി ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മസാല ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഓരോരുത്തരുടെ അരിവിന് ആവശ്യമുള്ള ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1.5 കിലോ അത് ബോട്ടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 മീഡിയം സൈസ് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ ഇപ്പോൾ മസാല വറുക്കുന്നതിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പൗഡറും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെയൊക്കെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ സ്റ്റീൽ പോട്ടിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ വളരെ മീഡിയത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹീറ്റായി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പോൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാലക്കാടൻ വടിമട്ടയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ റൈസ് 1 വിസിൽ അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ വാർത്തെടുക്കുന്നത്. അപ്പോൾ ഗാസ്കറ്റ് മാറ്റി വെച്ച് ആ ലിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് വാർക്കുന്നത്. ഒരു പ്രാവശ്യം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് മാറ്റിയിട്ട് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ റൈസിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വാർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതാക്കി ഇനിയിപ്പോൾ ലിഡിട്ട് അതൊന്ന് വാർത്ത് വെക്കും. നല്ല പയറ് പോലത്തെ ചോറ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. കുക്കറിൽ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ വെച്ചത്. പെട്ടെന്ന് തന്നെ നല്ല മട്ടരിയുടെ നല്ല ചോറും ചൂടുള്ള ബോട്ടിക്കറിയും കൂട്ടിയിട്ട് കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ എല്ലാ പ്ലാനിങ്ങും മാറ്റി വെച്ച് ചോറും കറി, വേറൊരു കറിയും ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇത് മാത്രം കൂട്ടി നല്ല പോളച്ച് ഇട്ടുള്ള പപ്പടവും കൂടി പൊരിച്ചെടുത്തിട്ട് വേണം ചോറിനാനായിട്ട്. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോറും ഈ ബോട്ടിക്കറിയും പപ്പടവും നല്ല വീർത്ത് വരുന്ന പപ്പടം ഉണ്ടായിരിക്കും ഇഷ്ടം. ഞാൻ പപ്പടത്തിൽ സാധാരണ ഹോളിട്ട് കൊടുക്കൂലേ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ആ പപ്പടം ഇങ്ങനെ ബോൾ പോലെ വരുന്നത് കാണാനും അത് കഴിക്കാനും ഉണ്ടിട്ട് ഇഷ്ടം. ഇപ്പോൾ ദാ ഇതിലേക്കിപ്പോൾ ആ മസാല വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് 3 സബോളയും 1 കൈപ്പിടി ചുമന്നുള്ളി അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ജിഞ്ചർ ഗാർലിക്ക് അതും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എല്ലാം ആ റോസ് സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതും ഈ മസാല ഇപ്പം അതിലേക്ക് ഇപ്പോൾ സ്റ്റീമൊക്കെ പോയി തുറന്നിട്ട് ആ മസാല കൊട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ ഈ സബോള ഈ വഴറ്റിയതും ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു 5 വിസിലും കൂടിയാണ് ഇപ്പോൾ ഇതിൽ നടിപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ മൊത്തം 10 വിസിലാണ് ഇപ്പം എൻ്റെ കുക്കറിൽ. അപ്പോൾ ശരിക്കും നല്ല കുറുകിയ ചാറോടുകൂടി നന്നായിട്ട് ബോട്ടി വെന്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് അതിൽ വിസിലടിക്കുന്നതിലൊക്കെ മാറ്റം ഉണ്ടാകും.
അതിപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ഈ ബോട്ടിയൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് നല്ല തിളച്ച വെള്ളം നല്ല തിളക്കണമെന്നുമില്ല, എന്നാലും നല്ല ചൂടുവെള്ളം ഒന്നൊഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു ബോട്ടിയുടെ ആ ഒരു സ്മെല്ലില്ലേ അതൊന്നും ഉണ്ടാകൂല കേട്ടോ. നല്ല ഇപ്പോൾ അതാ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബോട്ടി കറി ഇവിടെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അല്ലേ. ഇത് എന്താണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾക്കിത് കപ്പയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ എന്ത് നാസ്തയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്, നന്നായിട്ട് വെന്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു കുറുകിയ ചാറോട് കൂടി തന്നെ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കറികളെന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല, ഈ ബോട്ടിക്കറിയും പിന്നെ കുറച്ച് ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കുംബറും കുറച്ച് സബോളയും ചേർത്തിട്ട് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ നല്ല കുത്തരിയുടെ ചോറും ബോട്ടിക്കറിയും ഒക്കെ പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കട്ടെ. അച്ചാറ് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കൂട്ടി കഴിക്കണമെന്നൊന്നും താല്പര്യമില്ല. ഇങ്ങനെ വെറും ചോറും പപ്പടവും ഈ ബോട്ടിക്കറിയും മാത്രം കൂട്ടി കഴിക്കാനുള്ളൊരു ഇഷ്ടം കേട്ടോ. ആ ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണ പോലെയാണ് അല്ലേ ഫീൽ ചെയ്യുക ഒരു കറി ആയാലും. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായി തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ നീറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങളും ഒക്കെ വാഷ് ചെയ്ത് കിച്ചൺ മൊത്തം ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് അല്ലേ നല്ല ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് കിച്ചണിലെ ജോലികളൊക്കെ തീർക്കാനും ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദിവസത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.